കടൽ കനിയാറുണ്ട്, ചിലപ്പോൾ കരയിക്കാറുമുണ്ട്. എന്നാൽ കരഞ്ഞിരിക്കാതെ അപകടങ്ങളിൽപ്പെടുന്നവരെ രക്ഷിക്കാൻ സർക്കാർ പരിഹാരം കണ്ടെത്തുന്നു മറൈൻ ആംബുലൻസിലൂടെ. വിഴിഞ്ഞത്തെ മറൈൻ ആംബുലൻസ് മത്സ്യത്തൊഴിലാളികളുടെ രക്ഷാമാർഗം. ഇഷ്ടംപോലെ ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആൾക്കാരെ രക്ഷിക്കാൻ കോസ്റ്റ് ഗാർഡ് പോകാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഈ ബോട്ടും കൊണ്ട് ഞാൻ പോയി. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ആൾക്കാരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു ഇത്, അല്ല കടൽ റഫാണ് പോകാൻ പറ്റൂല അങ്ങനെ ഒന്നും ഞങ്ങൾ പറയാറില്ല. അപകടകരമായ സാഹചര്യത്തിൽ, പ്രതികൂല കാലാവസ്ഥയിൽ മറൈൻ ആംബുലൻസ് പ്രതീക്ഷയാണ്. കാരണം ഞങ്ങൾ ഒരുപാട് ജീവനുകളെ രക്ഷിച്ചു കഴിഞ്ഞു തന്നെയാണ്. കാരണം കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ഈ ചെറിയ വള്ളത്തിൽ പോയി മറിഞ്ഞു വീഴാനും രോഗിയെ ബാധിതമായിട്ട് സംഭവിക്കാനും കടലിൽ വീണിട്ട് ഞങ്ങൾ ഒരുപാട് ആളുകൾ രക്ഷിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കടലിൽ. അതുപോലെ ഡെഡ് ബോഡി, മരിച്ച ശരീരങ്ങളെ ഞങ്ങൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ബോട്ടിൽ. ഞങ്ങൾക്ക് മോർച്ചറി ഉണ്ട്, അത്യാവശ്യം നഴ്സ് ഉണ്ട് ഈ ബോട്ടിൽ. പിന്നെ ഞങ്ങൾ ഏത് കടലിലും എപ്പോൾ വേണമെങ്കിലും പോകാൻ റെഡിയാണ്. 24 മണിക്കൂറും ഞങ്ങൾ സ്റ്റാൻഡ് ബൈയിലാണുള്ളത്. ഇതിനോടകം നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാൻ മറൈൻ ആംബുലൻസിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സമയത്ത് നമ്മളിപ്പോൾ 6 പേഷ്യൻ്റ് വരെ നമ്മൾ ഇതിൻ്റെ കംഫർട്ടായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള മോണിറ്റേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ അത്യാവശ്യം ECG കൊടുക്കാനുള്ളതുണ്ട്. അത്യാവശ്യം ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്സിജൻ കാര്യങ്ങൾ മൊത്തത്തിലുണ്ട്. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് പറയാനായിട്ട് ചില പേഷ്യൻസ് നമുക്ക് കിട്ടുമ്പോഴുള്ളൊരു അവശ്യ നിലയിലേക്ക് അവർ കിട്ടുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഇവിടുത്തെ കൊടുത്തിട്ട് ഇവിടെ പേഷ്യൻ്റ് നമ്മളിവിടെ തക്കതായിട്ട് ട്രീറ്റ്മെൻറ്റും കൊടുത്ത് പുറത്ത് ആംബുലൻസ് ഫിഷറീസിൻ്റെ വക പുറത്ത് ആംബുലൻസ് റെഡിയാക്കിയിട്ടുണ്ടാവും. പിന്നെ അവരിവിടെ നിന്ന് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ കയറ്റി വിടാനാണ് ഇവിടെ ചെയ്യാറ്. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയും ജീവനും വിലപ്പെട്ടതാണെന്ന സന്ദേശം പകരുന്നു മറൈൻ ആംബുലൻസ്.